മുനയം ബണ്ട് ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് താന്യം മണ്ഡലം കോൺഗ്രസ്. താന്യം കാട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം താൽക്കാലിക ബണ്ട് കെട്ടുന്നത് പഴകിയ മുളയും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സമരം നടത്തിയത് യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുത്തവർക്ക് എതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. ഇത് എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ഇതിൽ കരാറെടുത്തുള്ള ആരാണെങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥർ, അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. വർഷാവർഷം താൽക്കാലികമായി കെട്ടുന്ന മുനയം കെട്ട് ആദ്യമായിട്ടാണ് തുടക്കത്തിൽ തന്നെ ഒലിച്ചു പോകുന്നത്. കർഷകരെയും കുടിവെള്ള പദ്ധതികളെയും ബാധിക്കുന്ന പ്രശ്നത്തിന് എല്ലാ ഇലക്ഷൻ കാലങ്ങളിലും സ്ഥിരം ബണ്ട് ഉദ്ഘാടന മാമാങ്കം നടത്തി പറ്റിക്കുകയാണ് ജനപ്രതിനിധികൾ. സ്ഥിരം ബണ്ട് യാഥാർത്ഥ്യമായാൽ ചിലർക്ക് വർഷാവർഷം കിട്ടുന്ന തുക കിട്ടാതെ വരുന്നതിലുള്ള അമർഷമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടതാണെന്ന്. എത്രയും വേഗം താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തുറയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി KN വേണുഗോപാൽ, ജോസഫ് തേക്കാനത്ത്, രേണുക റിജി എന്നിവർ പ്രസംഗിച്ചു. പുഷ്പാങ്കദൻ, മാധവൻ നായർ, ബെന്നി ആഞ്ഞിലപ്പടി, ബാബു CA, ശ്രീധരൻ M, KR രമേശ്, യൂസഫ്, അനിൽ എന്നിവർ നേതൃത്വം നൽകി.